ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മഹീന്ദ്രയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് പണ്ട് തൊട്ട് ഒരു വണ്ടികൾ ഇറക്കുമ്പോൾ എല്ലാം അത്യാവശ്യം സക്സസ്ഫുൾ ആയിരിക്കും. പക്ഷേ 2020 തൊട്ട് ഇങ്ങോട്ട് അവർ ഏത് വണ്ടി ഇറക്കിയാലും എല്ലാം ഹിറ്റാണ് എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വലിയൊരു റോള് വഹിച്ചിട്ടുള്ള രണ്ടാമത്തെ വാഹനമാണ് നമ്മുടെ XUV700. 2020 താർ വന്നപ്പോൾ അത് ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ളൊരു വാഹനമായിട്ട് മാറി. അത് കഴിഞ്ഞ് തന്നെ XUV700യുടെ കേസിലും സെയിം കാര്യം തന്നെയാണ് ആപ്ലിക്കബിൾ ആയത്. ആദ്യം തന്നെ മറ്റേ ഒരു മണിക്കൂറിൽ എന്താണ്ട് ഒരുപാട് വണ്ടികൾ 25,000 വണ്ടികൾ ബുക്കിംഗ് എന്തോ ഒരു മണിക്കൂറിൽ കിട്ടിയ റെക്കോർഡാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ സ്കോർപിയോ 57 മിനിറ്റിൽ 1,00,000 ബുക്കിങ്ങോ അങ്ങനെ എന്തോ ആക്കിയെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനത്തെ കുറേ റെക്കോർഡുകളൊക്കെ ഇട്ടിരുന്ന കമ്പനിയായിരുന്നു മഹീന്ദ്ര. ഏതായാലും നമ്മുടെ പുതിയ XUV700യുടെ ഫേസ് ലിഫ്റ്റ് മോഡലിൽ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ XUV700യുടെ തന്നെ ഇലക്ട്രിക്, അതായത് XUV-E8 അല്ലെങ്കിൽ XUV-E7 എന്ന് പറഞ്ഞ പേരിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോകുന്ന ആ വാഹനം, ഈ വർഷം എൻഡായിട്ടും ചിലപ്പോൾ വരാം. ആ ഒരു സമയത്താണ് അവർ ഇതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. ആ വണ്ടിയുടെ ടെസ്റ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സെയിം XCV9, അതായത് നമ്മുടെ അടുത്ത് വന്ന ഇലക്ട്രിക് വാഹനത്തിൻ്റെ ആ ഒരു ഡിസൈൻ പോലൊക്കെ തന്നെയായിരുന്നു ഫ്രണ്ട്. റിയർ ആണെങ്കിലും XUV700 എങ്ങനെയായിരുന്നു അതുപോലൊക്കെ തന്നെയായിരുന്നു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ അവർ 700യുടെ ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ മറ്റേ ബൊലേറോയുടെ പുതിയ വണ്ടിയുടെ ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ റൗണ്ട് ലൈറ്റ്സ് വെച്ചാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് പ്രീ പ്രൊഡക്ഷൻ വണ്ടി ആയതുകൊണ്ട്, അതായത് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഈ റൗണ്ട് ലൈറ്റ്സ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷേ ഇതിന് മുന്നേ മഹീന്ദ്ര ഹാലജൻ ബൾബ് വെച്ചായിരുന്നു ടെസ്റ്റ് ചെയ്യാറ്. ഇപ്പോൾ അവർ LED ആക്കിയെന്ന് തോന്നുന്നു. ഇതിനകത്ത് റൗണ്ട് DRലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ബൊലേറോ നിയോയിലും സെയിം ഹെഡ് ലാമ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഒരു ചോദ്യം വരുന്നുണ്ട്, ബൊലേറോ നിയോയുടെ ഫേസ് ലിഫ്റ്റ്, അതായത് ഇപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ബൊലേറോ എന്ന് പറയപ്പെടുന്ന വണ്ടി, അതിൻ്റെ അകത്ത് ശരിക്കുമുള്ള പ്രൊഡക്ഷൻ വണ്ടിയിലെ റൗണ്ട് ലൈറ്റ്സ് തന്നെയായിരിക്കുമോ അതോ ഇനി അതിൻ്റെ ഹെഡ്ലൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. കാരണം ബാക്കി വണ്ടി ഫുള്ള് ക്യാമഫ്ലാഷ്ഡ് ആയിരുന്നു. അതും എന്തായാലും ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ ടെസ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ റിയറിൽ ആക്ച്വലി കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും തന്നെ നമുക്ക് കാണാൻ ഇതിൻ്റെ അകത്ത് പറ്റുന്നില്ല. ഇനിയിപ്പോൾ അവർ ടെയിൽ ലാംപ്സ് വേറെ വെക്കുന്നതാണോ, അതായത് പഴയ തന്നെ ഉപയോഗിക്കുന്നതാണോ, ഇപ്പോൾ പുതിയത് വെക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും ടെസ്റ്റിങ്ങിന് അവർ പഴയ വണ്ടിയുടെ സെയിം ടെയിൽ ലാംപ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പിന്നെ വിസിബിൾ ആയിട്ടുള്ള കുറച്ച് പോർഷൻ മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ക്യാമഫ്ലാജ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള വണ്ടിയിലാണെങ്കിലും ബൂട്ടിലോട്ട്, അതായത് നമ്മുടെ ടെയിൽ ഗേറ്റിൻ്റെ ലിഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ടെയിൽ ലൈറ്റിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതൊക്കെ അവർ ഇതിനകത്ത് ക്യാമഫ്ലാജ് ചെയ്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ബാക്കി ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ റിയർ പ്രൊഫൈലിൽ പ്രപ്പോർഷൻസ് വൈസ് ഈ വാഹനത്തിൽ ഒരു വ്യത്യാസമില്ല. ആകെപ്പാട് വ്യത്യാസം വരികയാണെങ്കിൽ അത് ഈ പറയുന്ന കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സിലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു ചെറിയ ഗ്ലിംസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 3rd സ്ക്രീനും ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. XUV700 ഇപ്പോൾ നമുക്ക് 2 സ്ക്രീനാണ് കിട്ടുന്നത്. അതാദ്യമായിട്ട് കൊണ്ടുവന്ന ഈ വണ്ടിയായിരുന്നു. അതായത് മെർസിഡീസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ക്ലസ്റ്റർ പോലത്തെ, അതായത് സിംഗിൾ പാനൽ പോലത്തെ ഡിസ്പ്ലേയും പിന്നെ നമ്മുടെ ഈവൻ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഡോറിലൊക്കെ കൊടുത്ത് കറക്റ്റ് മെർസിഡീസിൻ്റെ ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു മഹീന്ദ്ര എടുത്തത്. ഏതായാലും ഈ വണ്ടിയിൽ അവർ 3rd സ്ക്രീനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ XUV9 കണ്ടതുപോലെ തന്നെ അതിപ്പോൾ ഈ ലീക്കിലും നമുക്ക് ഏകദേശം കാണാൻ പറ്റും ആ ഒരു സ്ക്രീനിൻ്റെ എക്സ്റ്റൻഷൻ വന്നിരിക്കുന്ന 10.25 ഇഞ്ച് സ്ക്രീനാണ് അവർ മറ്റേ വണ്ടിയിൽ കൊടുത്തിരുന്നത്. സെയിം സംഭവം തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്തും. പക്ഷേ ഇലക്ട്രിക് ആകുമ്പോൾ പിന്നെ അറ്റ്ലീസ്റ്റ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ചാർജ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറയായിരുന്നു. ഓടുന്ന വണ്ടിയിൽ അധികം ആൾക്കാർ ഇത് ഉപയോഗിച്ചൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ആ സ്ക്രീൻ തന്നെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിവേ, അത് പെട്രോൾ ഡീസൽ വണ്ടികളിലേക്ക് വരുമ്പോൾ നമ്മളങ്ങനെ ചുമ്മാ നിർത്തിയിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. എന്തായാലും ജസ്റ്റ് ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു സംഭവമായിട്ട് പറയാം. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കൂടുതലും നമ്മുടെ XUV9 നിന്ന് നല്ല രീതിയിൽ ഇൻസ്പിറേഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ക്ലസ്റ്ററിൻ്റെയും ഡിസ്പ്ലേയുടെയും UI ഒക്കെ വ്യത്യാസം ഉണ്ടാവും. മറ്റേത് കുറച്ചും കൂടി EV ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണല്ലോ. ഇതിൻ്റെ അകത്ത് തന്നെ അത്രയും ഇൻഫർമേഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടും ഇൻഫർമേഷൻ കാണിക്കേണ്ടതിൽ വ്യത്യാസമുള്ളതുകൊണ്ടും അതിലെന്തായാലും നമുക്ക് മാറ്റം എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ബാക്കി സാധനങ്ങൾ, ഈവൻ 2 സ്പോക്ക് സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലും എനിക്ക് സംശയമില്ലാതില്ല. ചിലപ്പോൾ അവർ ഇപ്പോൾ നമ്മുടെ 700ലുള്ള, അതായത് സ്കോർപിയോയിൽ താറോക്സിലൊക്കെ കൊടുത്ത അതേ സ്റ്റിയറിംഗ് തന്നെ വെച്ച് കണ്ടിന്യൂ ആയിരിക്കും. ഈ സ്റ്റിയറിംഗ് ഇലക്ട്രിക്കിന് മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കായിരിക്കാം. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ എന്തായാലും ഇതിൻ്റെ മറ്റതുപോലൊക്കെ തന്നെ വരാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും എന്തായാലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതിലൊന്നും വ്യത്യാസം പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം ഇപ്പോഴത്തെ മഹീന്ദ്രയുടെ പുതിയ വണ്ടികളിലും അവർ ഈ സെയിം സെറ്റ് ഓഫ് എഞ്ചിൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് 2.2 MHOV ഡീസലും 2 ലിറ്റർ M സ്റ്റൈലിൻ പെട്രോൾ എഞ്ചിനും.
ഇതിനകത്ത് നമുക്ക് പെട്രോൾ എഞ്ചിൻ 200 bhp 370 380 Nm ടോർക്കിനടുത്താണ് വരുന്നത്. ഡീസൽ എഞ്ചിനാണെങ്കിലും 450 Nm ടോർക്ക് വരെ ഓട്ടോമാറ്റിക്കിന് പോകുന്നുണ്ട്. 185 bhp ആണ് പവർ. ലോവർ വേർഷൻസിന് 150 155 bhp ആ റേഞ്ച് വരെ വരുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിലൊന്നും വ്യത്യാസം നമുക്ക് ഈവൻ ട്യൂണിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല അവർ കൊടുക്കുമെന്ന്. ഇതിപ്പോൾ വണ്ടി ഇത്രയും പഴയതായതുകൊണ്ട് 4 വർഷത്തിനടുത്തായല്ലോ. 2021 എന്ന് പറയുമ്പം 25 ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും തന്നെ വണ്ടി 4 വർഷം കംപ്ലീറ്റ് ചെയ്യും. സോ എന്തായാലും ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതൊരു അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇറക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഇതിൻ്റെ സെയിൽ അങ്ങനെ ഒരുപാട് കുറഞ്ഞിട്ടൊന്നുമില്ല. 6500 7000 ആയിട്ട് ഇപ്പോഴും സെയിൽ കിട്ടുന്നുണ്ട് ഈ സെഗ്മെൻറ്റിൽ. ഇപ്പോൾ ഇതിൻ്റെ റൈവൽസ് ആയിട്ട് വരുന്ന സഫാരിയൊക്കെ ഒരു മാസം 1500 കഷ്ടപ്പെട്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2000 മാക്സിമം ആണ്. ഈവൻ ഇന്നോവ ഹൈക്രോസ് ആണെങ്കിൽ പോലും ഇന്നോവയും അതുപോലെ, അതായത് നമ്മുടെ ഹൈക്രോസും ക്രിസ്റ്റയും കമ്പൈൻ ചെയ്തിട്ടും 6000 7000 അത്രയൊക്കെ മാക്സിമം എത്തുന്നുള്ളൂ. അത്രയും ഈ വണ്ടി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഒരു കാലത്ത് ഇതിന് 9000 10000 വരെയൊക്കെ സെയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ് ആയ കാലത്ത്. അതായത് ഈ അടുത്ത ഒരു പ്രൊഡക്ഷൻ കൂട്ടിയതിന് ശേഷം. ഇപ്പോഴാണ് പിന്നെ ഡിമാൻഡ് പതുക്കെ കുറഞ്ഞു തുടങ്ങിയത്. അത് മഹീന്ദ്രയുടെ തന്നെ സ്വന്തം വണ്ടികൾ കാരണമായിരിക്കും. കാരണം സ്കോർപ്പിയനും താർ റോക്സും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് XUV9 B6 അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങളും വന്നല്ലോ. സോ ആ ഒരു സ്വിച്ച് ഈ വണ്ടികളുടെ സെയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗും തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.